വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷാ ഫലങ്ങൾ പുറത്തുവന്നു. SSLC +2 പരീക്ഷ ഫലങ്ങൾ പുറത്തുവന്നു. വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയ സന്തോഷത്തിൽ, നിരാശപ്പെടുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകാം, വലിയ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ഉണ്ടാകാം. അവർക്കെല്ലാം ഒരുപാട് ഓപ്ഷനുകളുണ്ട്. റിവാലുവേഷന്റെ സാധ്യതകളൊക്കെ വിദ്യാർത്ഥികൾ തേടുകയാണ്. റിവാലുവേഷൻ അപേക്ഷകളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് നമുക്കറിയാം പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സാഹചര്യത്തിൽ രണ്ട് വിദ്യാർത്ഥികളുടെ ജീവൻ കേരളത്തിൽ നഷ്ടപ്പെട്ടു. ഒന്ന് മലപ്പുറം മലപ്പുറം ചങ്ങനംകുളം സ്വദേശിയായിട്ടുള്ള നിവേദ്യ എന്ന പെൺകുട്ടിയും വിദ്യാർത്ഥി SLC വിദ്യാർത്ഥിയായിരുന്നു. അതോടൊപ്പം തന്നെ കൊല്ലം പടിഞ്ഞാറക്കല്ലടയിലെ അർജുൻ എന്ന +2 വിദ്യാർത്ഥി. രണ്ടുപേരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. രണ്ടുപേരുടെയും ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ പരീക്ഷ റിസൾട്ട് വരുന്നതിന്റെ ഭയത്താലാണ് ആത്മഹത്യ ചെയ്തത് എന്ന് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒരു പക്ഷേ കേരളത്തിൽ ഇതുവരെ കുറെ നാൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതും SLC വിദ്യാർത്ഥിയും +2 വിദ്യാർത്ഥിയും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത സാഹചര്യം എല്ലാവരെയും വലിയ നിരാശരാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ റിസൾട്ട് എന്താകും എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും അവരുടെ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ നിർഭാഗ്യം എന്ന് പറയാൻ കഴിയുന്ന ഒരു വാർത്ത തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത്. കാരണം പരീക്ഷയുടെ റിസൾട്ട് അത് ഞാൻ എല്ലാവട്ടും പറയുന്നതാണ്. SLC പരീക്ഷയും +2 പരീക്ഷയും നമ്മളുടെ ജീവിതത്തിലെ അവസാനത്തെ അവസരമല്ല. അതിനു മുമ്പോട്ട് ഒരുപാട് നമുക്ക് പോകാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ട് ഈ നിവേദ്യയുടെയും അർജുന്റെയും SLC പരീക്ഷയുടെയും +2 പരീക്ഷയുടെയും ഫലം പുറത്തു വന്നു. നിവേദ്യയും അർജുനും എന്തിന്റെ പേരിലാണോ ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയത് അത് വെറുതെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും SLC പരീക്ഷയ്ക്കും +2 പരീക്ഷയ്ക്കും ഉയർന്ന മാർക്കോടുകൂടി വിജയിച്ചു എന്ന വാർത്തയാണ്. ഒരുപക്ഷെ നമുക്ക് ആഘോഷിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. വളരെ നിർഭാഗ്യത്തോടുകൂടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക. രണ്ടുപേരും SLC വിദ്യാർത്ഥിയും +2 വിദ്യാർത്ഥിയും ഉയർന്ന മാർക്കോടുകൂടി ഈ രണ്ട് പരീക്ഷകളും പാസ്സായിരിക്കുന്നു എന്നുള്ളത്. അതായത് താൻ തോറ്റുപോകും എന്ന് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് ആ തോൽവി മൂലം ആൾക്കാരുടെ മുമ്പിൽ ഉണ്ടാകുന്ന വിഷമം അത് മറയ്ക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും അവർ പണയപ്പെടുത്തി അല്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒന്ന് കാത്തിരുന്നുവെങ്കിൽ അവർക്ക് ഈ സമയത്ത് വലിയ ആഘോഷത്തിന്റെ ദിനങ്ങളായിരുന്നേനെ. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത. അപ്പോൾ എന്തായാലും വീക്കെൻഡ് മീഡിയയുടെ മുഴുവൻ പ്രേക്ഷകരോടും ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് ജയപരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു കയറ്റം പോകുമ്പോൾ ഒരു ഇറക്കം ഉണ്ടാകും, സ്വാഭാവികമാണ്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് ആഗ്രഹിച്ച രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള തെറ്റായ ചിന്തകളിലേക്ക് ഒരു വിദ്യാർത്ഥിയും വീക്കെൻഡ് മീഡിയയുടെ പ്രേക്ഷകരായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയും പോകാൻ പാടില്ല. രക്ഷകർത്താക്കൾ കുറച്ചുകൂടി വിദ്യാർത്ഥികൾക്ക് അടുക്കലേക്ക് ചെന്നിട്ട്, നിങ്ങൾക്കെല്ലാം തിരക്കുള്ളവരായിരിക്കാം, പക്ഷേ വിദ്യാർത്ഥികളെ മനസ്സിലാക്കാനും സ്വന്തം കുഞ്ഞുങ്ങളെ അവരുടെ ചിന്ത എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കാനും ഓരോ രക്ഷകർത്താക്കൾക്കും കഴിയണം. എങ്കിൽ മാത്രമേ നമ്മളുടെ കുട്ടികളെ നമുക്ക് ഉയർന്ന ഭാവിയിലേക്ക് എത്തിക്കുവാൻ കഴിയൂ. എന്തായാലും അർജുൻ എന്ന വിദ്യാർത്ഥിക്കും നിവേദ്യ എന്ന SLC വിദ്യാർത്ഥികളുടെയും ഓർമ്മയ്ക്ക് മുമ്പിൽ വീക്കെൻഡ് മീഡിയ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതിലെല്ലാവർക്കും ബൈ.